അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തിയറി ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്താണെന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം എന്താണ് ആ ഒരു കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ. നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ ഡിവൈസസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഡാറ്റാസും ഇൻഫർമേഷൻസൊക്കെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ടും റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. എന്ത് തന്നെയായാലും കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു മീനിങ്ങിലേക്ക് കടക്കാം. എ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ, പ്രോസസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ, സ്റ്റോർ ഇറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രധാനമായിട്ടും ചെയ്യുന്ന 4 ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡാറ്റാസ് അക്സെപ്റ്റ് ചെയ്യും, ഡാറ്റാസ് സ്വീകരിക്കും. അതായത് ഞങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, ഇൻപുട്ട് കൊടുക്കണം. അങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റാസ് കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, പ്രോസസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പ്രകാരം അത് പ്രോസസ്സ് ചെയ്യും. അതായത് ഇപ്പോൾ കീബോർഡിലൂടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരുപാട് ടെക്സ്റ്റുകളായിരിക്കാം, മൈക്കിലൂടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരുപാട് ഓഡിയോ ഫയലുകളായിരിക്കാം. അങ്ങനെയുള്ള ഇൻപുട്ടുകൾ കമ്പ്യൂട്ടർ സ്വീകരിച്ചിട്ട് യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം അത് ആ ഒരു ഇൻപുട്ട് ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ടോ സ്റ്റോർ ഇറ്റ്, അത് കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നു. ആൻഡ് പ്രൊഡ്യൂസഡ് ഇൻഫർമേഷൻ ആസ് ഔട്ട്പുട്ട്, എന്നിട്ട് ഒരു ഔട്ട്പുട്ടായിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുകയും ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏതൊരു കമ്പ്യൂട്ടറിൻ്റെ മീനിങ്ങും ചോദിച്ചാൽ എഴുതി കൊടുക്കേണ്ടത്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അത് ഡാറ്റാസ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നു, ആ ഇൻപുട്ടായിട്ടുള്ള ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയല്ലേ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അത് കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇൻപുട്ടിനെ എഡിറ്റിംഗ് ചെയ്യുന്നത്, അതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് നേരം ആ ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യുന്നത്, മറ്റ് സോഷ്യൽ മീഡിയാസിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ മീനിങ്. ഇത് വീഡിയോൻ്റെ കാര്യം മാത്രമല്ല, അത് ഏത് ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കും വരാൻ. ഇൻപുട്ട്, പ്രോസസ്സിങ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. It helps people perform tasks such as calculation, writing documents, browsing the internet, storing information, playing games and communicating with others. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരുപാട് വെർസറ്റൈലായിട്ടുള്ള യൂസസ് ആണുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണുള്ളത്. അതെന്തൊക്കെയാണ്? ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു പെർഫോം ടാസ്ക്, ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. കാൽക്കുലേഷൻസ്, അതായത് വലിയ രീതിയിലുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രോഗ്രാംസുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാനും വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, നോവൽസ്, സ്റ്റോറീസ്, പോയംസ് പോലത്തെ കാര്യങ്ങളൊക്കെ എഴുതാനും വേണ്ടിയിട്ട്, ലെറ്റേഴ്സ് ഒക്കെ എഴുതാനും വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. ബ്രൗസിങ് ഇൻ്റർനെറ്റിലൂടെ ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. യൂട്യൂബ്, അതേപോലെ തന്നെ ഗൂഗിൾ പോലത്തെ കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്റ്റോറിങ് ഇൻഫർമേഷൻസ്, അത് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസൊക്കെ സ്റ്റോറേജ് ചെയ്യാനും വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. പ്ലേയിങ് ഗെയിംസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്, ഒരുപാട് ഗെയിമുകൾ കളിക്കാനും വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലൂടെ, വാട്സപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, മറ്റ് സോഷ്യൽ മീഡിയാസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിനെ കൊണ്ടുള്ള ഒരു യൂസസ് എന്ന് പറയുന്നത്, ഉപകാരങ്ങളെന്ന് പറയുന്നത് ഒന്നല്ല, വെർസറ്റൈലാണ്, വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ വേർഡ് കമ്പ്യൂട്ടർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് കമ്പ്യൂട്ട് വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്യുന്നത് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു കാൽക്കുലേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു കാൽക്കുലേറ്റ്. ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ മീനിങ്ങിൽ പഠിക്കാനുള്ളത്. എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഈ ഒരു മീനിങ്ങും മനസ്സിലാക്കാം. അടുത്ത 4 ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇൻപുട്ട്, 2 പ്രോസസ്സ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 4 ഓപ്പറേഷൻസ്.
ഇൻപുട്ട് അക്സെപ്റ്റ് ഡാറ്റ. ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ? ഡാറ്റാസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് കീബോർഡിലൂടെയുള്ള ടെക്സ്റ്റുകളായിരിക്കാം, മൈക്കിലൂടെയുള്ള ഓഡിയോസ് ആയിരിക്കാം, വെബ് ക്യാമറയിലൂടെയുള്ള വീഡിയോസ് ആയിരിക്കാം, അങ്ങനെ എന്തോ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ഡാറ്റാസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ടെക്സ്റ്റിലൂടെയും വീഡിയോസിലൂടെയും ഓഡിയോസിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഡാറ്റാസ് കമ്പ്യൂട്ടർ സ്വീകരിക്കുന്നു. പ്രോസസ്സ്. അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്യുന്നു. ആ ഒരു യൂസറിന് ആവശ്യമുള്ള പ്രകാരം ആ ഒരു ഡാറ്റാസിനെ ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റുന്നു. പെർഫോം ഓപ്പറേഷൻസ്. ആ ഒരു ഡാറ്റാസിനെ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പറേഷൻസിലൂടെ പ്രോസസ്സ് ചെയ്യുന്നു. ഔട്ട്പുട്ട്. ഡെലിവർ റിസൾട്ട്. അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ആക്കിയിട്ട്, ഒരു റിസൾട്ട് ആക്കിയിട്ട് ആ ഒരു ഡാറ്റനെ ഇൻഫർമേഷൻ ആക്കിയിട്ട് മാറ്റുന്നു. സ്റ്റോറേജ്. അത് മാത്രമല്ല ചെയ്യുന്നത്, ആവശ്യമുള്ള സമയത്ത് എത്ര ഡാറ്റാസ് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് ചെയ്യാനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് സേവ് ഡാറ്റാസ്. കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവുകളിൽ ഡാറ്റാസ് സ്റ്റോറേജ് ചെയ്യാനും വേണ്ടിയിട്ടും കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടേഴ്സ് ചോദിച്ചാൽ എഴുതി കൊടുക്കേണ്ടത്. ഒന്ന് ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്. ക്ലിയർ ആണല്ലോ? ടുഡേ കമ്പ്യൂട്ടേഴ്സ് ടുഡേ, അതായത് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വീട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ഓഫീസിൽ കാണുന്ന മോണിറ്റർ, കീബോർഡ്, ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിന് മാത്രമല്ല കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെസ്ക് ടോപ്പ്. അതായത് നോർമലായിട്ടുള്ള ഡെസ്ക്ടോപ്പ്, മോണിറ്റർ, മൗസ്, കീബോർഡ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഡെസ്ക്ടോപ്പിന് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ലാപ്ടോപ്പ് എന്താണ്? കമ്പ്യൂട്ടറാണ്. ടാബ്ലറ്റ് എന്താണ്? ഒരു മിനി ടൈപ്പ് കമ്പ്യൂട്ടറാണ്. സ്മാർട്ട് ഫോണും എന്താണ്? ഒരു കമ്പ്യൂട്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇ സി ജി മെഷീൻ വരെ കമ്പ്യൂട്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ വെറും ഡെസ്ക്ടോപ്പ് മാത്രമല്ല, അതായത് മോണിറ്ററും കീബോർഡും മൗസും ഉള്ള ഡെസ്ക്ടോപ്പിന് മാത്രമല്ല കമ്പ്യൂട്ടറിനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത് ഡെസ്ക്ടോപ്പ് ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, സ്മാർട്ട് ഫോൺ ആയിരിക്കാം, ടാബ്ലറ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിന് പറയുന്നവരാണ്. അതായത് ഇൻപുട്ട്, പ്രോസസ്സിങ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ് പോലത്തെ ഫങ്ഷനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിന് പറയുന്നവരാണെന്ത്? കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ. യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ, ഡോക്യുമെൻറ്റേഷൻ, മീഡിയ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള യൂസസ് ആണ് അതിനെ കൊണ്ടുള്ളത് അല്ലേ? കാൽക്കുലേഷൻസ്, അതായത് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയാസ്, സോഷ്യൽ മീഡിയാസ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻസ്, മറ്റുള്ളവരുമായിട്ട് സംഭാഷണം നടത്താനും വേണ്ടിയിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ മീനിങ്ങിൽ ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം.